മൾട്ടിമീഡിയയിൽ നമ്മൾ വെർച്വൽ റിയാലിറ്റീസിനെ കുറിച്ച് ഇവിടെ അറിഞ്ഞിരിക്കണം. നമുക്ക് അതിനകത്ത് ചില ക്വസ്റ്റ്യൻസുകൾ വെർച്വൽ റിയാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. വെർച്വൽ റിയാലിറ്റി പ്രസൻറ്റേഷൻ ആസ് റിയലിസം, സിമുലേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എൻവയോൺമെൻറ്റ് ദാറ്റ് enable us to produce a real-time experience of an environment. നമ്മൾ റിയൽ ടൈം എക്സ്പീരിയൻസ് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് നൽകുകയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ റിയലാണ്, വെർച്വലായിട്ട് അത് റിയലായിട്ട് തോന്നുന്ന രീതിയിൽ വെർച്വൽ റിയാലിറ്റി പ്രസൻറ്റേഷൻ, releasing simulation and visualization of environment that enable us to produce a real-time experience of an environment. The big challenge of VRL, virtual reality modeling language, നമുക്ക് പഠിക്കേണ്ടതല്ല, അത് BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുന്നവർക്ക്, it is to new in this 3D modeling all in India. 3D മോഡലിംഗ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും വിർച്വൽ റിയാലിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ പ്ലേ സ്റ്റേഷൻസുകളെല്ലാം ആ വിർച്വൽ റിയാലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒത്തിരി ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഫേസ് ഡിറ്റാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമറയിൽ വന്നിട്ടുണ്ട്. നമ്മൾ കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓണാകുകയും കൈ താത്തി കഴിഞ്ഞാൽ ഓഫായൊക്കെ ചെയ്യുന്ന രീതിയിൽ അതിൽ പല മെത്തേഡ്സുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. വിർച്വൽ റിയാലിറ്റി എന്ന് റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ എങ്ങനെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മളൊരു കളിക്കാരനായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നു, നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന പോലെ, നമ്മൾ നിയന്ത്രിക്കുന്ന പോലെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചിട്ട് പലതരം കാര്യങ്ങൾ വിർച്വൽ ലാംഗ്വേജൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടാണ് അവർ അത് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ കോഡിങ്ങാണ്. നിങ്ങൾ ഇപ്പം വെബ് ഡിസൈനിങ് പഠിക്കുമ്പോൾ കോഡിങ് പഠിക്കുന്ന പോലെ തന്നെ വിർച്വൽ റിയാലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ദി സിങ്ക്രണൈസേഷൻ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് എ ബിഗ് ചാലഞ്ച് ഓഫ് ടുഡേസ് കമ്പ്യൂട്ടർ വേൾഡ് ഇൻ ദി സിമുലേഷൻസ് ഓഫ് സച്ച് ആസ് ദി എൻവയോൺമെൻറ്റ് വിച്ച് ക്യാൻ പ്രൊവൈഡ് ദി ഇൻട്രാക്ടിവിറ്റി അമോങ് ദി എൻഡ് യൂസ് ടു ഡിഫറെൻറ്റ് ടൈംസ്. The continuous increasing complex of computer animation world making it necessary to rely on such a modeling language which is able to create an animation world with minimum effort. VRL is one such similar approach which is able to perform the best task with the help of basic knowledge. VRL help us to give the description of the dynamic world that can be changed to time. It is able to attach the creation towards which some unique features, out of which platform independence is an most important. VRL is still finding to own height too because an independent storage modeling language that has not only such achieved to total dimension, it is able to satisfy the use of demand because the flexibilization and the tagged ability with other power of language. ഇപ്പോൾ ജാവ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഇത് സാധാരണ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതിന് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG ലെവലിൽ പോകുന്നതാണ് ഈ കമ്പ്യൂട്ടർ വിർച്വൽ റിയാലിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ ഈ ഗെയിമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ മദ്രാസിലുണ്ട്. അത് കോഴ്സായിട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞാൽ ആ കോഴ്സിന് ശേഷം അവരവിടെ തന്നെ ജോബ് തരുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും നമ്മളിപ്പോൾ വെബ് ഡിസൈനിങ് പഠിക്കുമ്പോഴുള്ള പോലുള്ള ലാംഗ്വേജസ് കോഡിങ്സുകളാണ് അത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് കാരണം അത് പക്ഷേ അവിടെ തന്നെ നിങ്ങൾ 3D മോഡലിംഗ് ഇവിടെ പഠിക്കുന്നത് ചില ഷേപ്സുകൾ, ചില ഫോമുകളും ചില സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആ ലെവലിലും ജോലി ചെയ്യാം. അതിൻ്റെ ലാംഗ്വേജ് കൊടുക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, ആ ലെവലിലും ജോലി ചെയ്യാം.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3D മോഡൽസൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ പഠിക്കുമ്പോൾ മായ സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ 3D മാക്സിലൊക്കെയാണ് അത് പഠിക്കുന്നത്. അതിൽ ബേസിക്കലായിട്ട് ഒരു മോൾഡ് ഒരു സാധനം മോൾഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫീൽഡിലൊക്കെ വെർച്വൽ റിയാലിറ്റി ഫീൽഡിൽ വളരെയധികം ജോബ് സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഈ വെർച്വൽ റിയാലിറ്റി മൾട്ടിമീഡിയ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് അറിഞ്ഞിരിക്കണമെന്ന് പറയാൻ കാര്യം. ഇൻ ഓർഡർ ടു സിമിലർ ദ വേൾഡ് എൻവയോൺമെൻറ്റ് അതായത് നമ്മൾ റിയൽ ആണെന്ന് തോന്നുന്നതിലുള്ള എൻവയോൺമെൻറ്റുമായിട്ട്, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറഞ്ഞു. മുമ്പിൽ വലിയ ടൗണിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെ ഇട്ടേക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഇരുന്ന് സ്റ്റിയറിംഗ് ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കാർ ഓടിക്കുന്നതിൻ്റെ എല്ലാ ഫീലിങ്സുകളും നമുക്കിതിനകത്ത് കിട്ടും വിർച്വൽ റിയാലിറ്റി. നമ്മളതുകൊണ്ട് ഈ ഒരു മുറിക്കകത്ത് ഒരു വണ്ടിയുടെ പോലുള്ള എല്ലാ സെറ്റപ്പുകളും ഗിയർ മാറ്റലും എല്ലാം അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ട് മുമ്പിൽ ഒരു സ്ക്രീനും വെച്ചേക്കും. അപ്പോൾ ഓപ്പോസിറ്റൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ മുട്ടാതെ തട്ടാതെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനൊക്കെ പഠിക്കുന്നത് ഈ വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് മോഡേൺ വേൾഡിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം പോലെ സിറ്റി നമ്മൾ ടൗണിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ ഇറക്കുന്നത്. ലേണിംഗ് ലീസൻസ് കാര്യങ്ങൾ, ഒരു സിഗ്നൽ വരുമ്പോൾ എങ്ങനെയൊക്കെ കാണിക്കണം എല്ലാം ആ ഒരു സ്ക്രീൻ റൂമിൽ ഇരുന്നിട്ട് ഒത്തിരി പേർക്ക് ഒരേ സമയം വിർച്വൽ റിയാലിറ്റിയിൽ ഇത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയ അമ്യൂസിങ് പാർക്കിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്നാലും നമ്മൾ ഈ വിർച്വൽ റിയാലിറ്റിയുടെ പ്ലേ സ്റ്റേഷനുകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വണ്ടി പറപ്പിക്കുന്നു. നമ്മൾ ഫോണിൽ തന്നെ ചെയ്യുന്നില്ല. ഓരോ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നു, മുട്ടാതെ തട്ടാതെ കൊണ്ടുപോകുന്നു. ചില പ്ലേയിൽ നമ്മൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ ചലിപ്പിക്കുന്നു, നമ്മളൊരു കഥാപാത്രമായിട്ട് ഏറ്റെടുത്തിട്ട് അത് ചലിപ്പിക്കുന്നു, പലരിരുന്ന് കളിക്കുന്ന ഇതെല്ലാം വിർച്വൽ റിയാലിറ്റിയുടെ അല്ലെങ്കിൽ റിയൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് അതിലേക്ക് വർക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് കോഡിങ്ങിലൂടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമാണ് വിർച്വൽ റിയാലിറ്റി പ്രോഗ്രാംസ്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. VR എന്ന് പറയുന്നത് നമുക്ക് ഇന്നാളിവിടെ ഒരു വെബിനാർ നടത്തിയത് നിങ്ങൾ ഓർമ്മയുണ്ടാവും. അതിൻ്റെ വലിയ സാധ്യതകളാണ്, തിയേറ്ററുകളൊക്കെ വരാൻ പോകുന്ന വലിയ വലിയ സാധ്യതകളാണ്. അപ്പോൾ അത് നിങ്ങൾ വിർച്വൽ റിയാലിറ്റിയുടെ ബേസ് എന്താണെന്നുള്ള ഒരു വിർച്വൽ റിയാലിറ്റി എൻവയോൺമെൻറ്റ് ഇസ് എ ക്രിയേറ്റ് യൂസിങ് ദ 3D graphics and animations technology. Interface of the system immerses the use to the participating that artificially simulated 3D environment using one or more machines. It also allowed the use to interact with the presentation 3D object directed by the means of suitable designed control device. Realized physical senses in an environment can also be provided by device like head, gear, data, globe. നമ്മുടെ ഓരോ ആക്ഷൻസ് അനുസരിച്ചും അത് വലിപ്പിക്കുന്ന പ്ലേ സ്റ്റേഷൻസുകളും കാര്യങ്ങളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് പല ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്പേസിലൊക്കെ പോകുന്നതിൻ്റെ ട്രെയിനിങ്ങെല്ലാം നടക്കാറുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് വരുന്നു. അതിൻ്റെ ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ മിക്സ് ചെയ്തിട്ട് കോഡിങ്ങിലൂടെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാമറ ഫേസ് ഡിറ്റാക്ഷൻ, നമ്മൾ ഏതോ ഡിറ്റാക്ട് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡിറ്റാക്ട് ചെയ്യും. അപ്പം മരത്തിലൊക്കെ ഈ ഡ്രോണൊക്കെ പോയിട്ട് മരത്തിൻ്റെ മേളിൽ വരുമ്പോൾ അത് മരമാണെന്ന് സെൻസർ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൊടുക്കരുത്. പോയി ഇടിച്ച് പണ്ടത്തെ പോലെ മറിഞ്ഞു വീഴത്തില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെർച്വൽ റിയാലിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് തമ്മിലുള്ള റിലേഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളും അവരും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കോഡിങ്ങിലൂടെ ഉണ്ടാക്കി വെച്ചിട്ട് 3D മോഡലിങ്ങിലൂടെ നമ്മൾ പ്ലേ ചെയ്യുന്നത് പോലെ നമ്മൾ ഒരു ക്യാരക്ടറായിട്ട് അത് റിയൽ ഫീലിംഗ് നൽകുന്ന പോലെ നമ്മുടെ സെൻസറും സെൻസ് ചെയ്തിട്ട് നമ്മൾ ഐ സെൻസർ, ഫേസ് സെൻസർ എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കോഡിങ്ങിലൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 3D ആയാലും എന്ത് തന്നെ മോഡലിംഗ് ആയാലും എല്ലാം തന്നെ മൾട്ടിമീഡിയയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ വിർച്വൽ റിയാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 3D മോഡൽസ് ഉണ്ടാക്കുക മാത്രമാണ്. മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളും പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ഗെയിം സെൻറ്ററുകളിലൊക്കെ ജോബ് ചെയ്യുക. 3D മാക്സ് പഠിക്കുന്നവർ അല്ലെങ്കിൽ മായ സോഫ്റ്റ്വെയർ അടിസ്ഥാനപരമായി പഠിക്കുന്നവർ അവർ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് അറിയാവുന്നവരൊക്കെ പഠിച്ചിട്ട് അവരുടെ രീതിയിൽ നമുക്ക് ട്രെയിനിങ് തന്ന് അത് പഠിപ്പിക്കും. നിങ്ങൾ കോഡിങ് സ്പെഷ്യലൈസ് ചെയ്യുക, BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആ കോഡിങ്ങിന് എക്സ്പേർട്സ് ഉള്ള കോഡിങ് എഞ്ചിനീയേഴ്സ് അത് കോഡിങ്ങിന് കൂടുതലുള്ളൂ. നിങ്ങളതിൻ്റെ മെറ്റീരിയൽസ് കൊണ്ട് ആർട്ട് ഫോംസുകൾ, നിങ്ങൾ ആർട്ടായതുകൊണ്ട് ആർട്ട് ഫോംസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കലായിരിക്കും അതിൻ്റെ. അതുകൊണ്ട് വെർച്വൽ റിയാലിറ്റിയും നമ്മൾ തമ്മിലുള്ള
കാര്യങ്ങളും വെർച്വൽ റിയാലിറ്റിയെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കാൻ പരീക്ഷയ്ക്ക് വന്നാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്ത് ചെയ്യാം.